ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഇന്ന് വലിയ നോമ്പിൻ്റെ 20-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവല്ലോ. കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രനായി ഈ ലോകത്തിലേക്ക് വരികയും മനുഷ്യരെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ചേർത്ത് പിടിക്കാനും കർത്താവ് നമ്മുടെ അരികത്തേക്ക് വന്നു. ഇക്കാലം അത്രയും ദൈവം നമ്മുടെ ജീവിതത്തിൽ വഴി നടത്തിയ കൃപകൾ ഓർക്കുമ്പോൾ പ്രിയമുള്ളവരെ, നന്ദിയല്ലാതെ മറ്റെന്ത് നാം അവനോട് പറയും? ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഇങ്ങനെ പറയുന്നു: കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഈ വാക്യം നാം മുൻപ് പഴയ നിയമത്തിലും കാണുന്നുണ്ട്, ലേവ്യ പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും എല്ലാം തന്നെ. അവിടെ ഈ വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രതികാരത്തിൻ്റെ മനോഭാവമാണ്. ആരെങ്കിലും നമ്മോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നാമും അതുപോലെ തന്നെ ആ വ്യക്തിയോട് അയാളോട് അപ്രകാരം തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ആരെങ്കിലും നിന്റെ വലത്ത് ചീട്ടത്തടിച്ചാൽ അവന് നമ്മുടെ മറ്റേ ചീടും കാണിച്ചു കൊടുക്കണമെന്നും, ആരെങ്കിലും നമ്മുടെ വസ്ത്രമെടുത്താൽ അവന് നമ്മുടെ പുതപ്പ് കൂടി എടുത്തു കൊടുക്കണമെന്നാണ് അരുളി ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് പറയുന്നത് പ്രതികാരത്തിൻ്റെ മനോഭാവം അല്ല നമ്മളിൽ ഉളവാകേണ്ടത്, മറിച്ച് നമ്മളെ വേദനിപ്പിച്ചവരോട് സ്നേഹിക്കുവാനും അവരോട് പൊറുക്കുവാനും നമുക്ക് സാധിക്കണം. അതാണ് കർത്താവിൻ്റെ ജീവിതശൈലി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും നാം പല പരിഹാസങ്ങൾക്കും കളിയാക്കലുകൾക്കും വേദനകൾക്കും മറ്റുള്ളവർ കാരണം ഇടയായി തീർന്നിട്ടുണ്ടാകും. എന്നാൽ പ്രിയമുള്ളവരെ, അതൊന്നും നാം മനസ്സിൽ വെച്ച് നടക്കാതെ അവരോട് ഒരു തക്ക സമയത്ത് പ്രതികാരം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി ജീവിക്കാതെ അവരോട് പൊറുക്കാൻ നമുക്ക് സാധിക്കണം. അവർ ചെയ്ത ആ തെറ്റിനെ നമുക്ക് പ്രാർത്ഥനയിലൂടെ മറക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പിന്നീട് നോക്കുമ്പോൾ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും പറയുന്നുണ്ട്. അവിടെയും ഒരുവനിൽ നിന്ന് തന്നെ രണ്ട് മനോഭാവം പുറപ്പെടുന്നു. ചില തെറ്റുകളോട് ക്ഷമിക്കാൻ നമുക്ക് സാധ്യമായി തീരണം. കർത്താവ് നമ്മുടെ തെറ്റുകളെ ക്ഷമിച്ചതുപോലെ, നമ്മളെ സ്നേഹിച്ചതുപോലെ വേറെ ആരും ചിലപ്പോൾ നമ്മോട് അങ്ങനെ ഇടപെട്ട് കാണത്തില്ല. അതിനാൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ആ മനോഭാവം ഈ നോമ്പ് കാലത്തിൽ നമ്മിൽ നിന്ന് പുറപ്പെടുവാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പുതുക്കത്തിൻ്റെയും ഒരു രൂപാന്തരത്തിൻ്റെയും കാലഘട്ടമാകുന്നുവല്ലോ ഈ നോമ്പ് കാലഘട്ടം. അതിനാൽ തന്നെ കർത്താവിൻ്റെ ജീവിതപാത പിന്തുടരുവാനും അവന് ഇഷ്ടമുള്ള മക്കളായി ജീവിക്കുവാനും നമുക്ക് ഇടയായി തീരണം. ആരോടും വെറുപ്പും വിദ്വേഷവും വെച്ച് നടക്കാതെ എല്ലാവരോടും സ്നേഹത്താലും കരുണയാലും ക്ഷമയാലും മറ്റുള്ളവരായി നല്ല ബന്ധം പുലർത്തുവാനും അവരുമായി ഇടപഴകുവാനും നമുക്ക് സാധിക്കണം. ഈ നോമ്പിലൂടെ നമുക്കും ഒരു മാറ്റത്തിനും ഒരു ഒരുക്കത്തിനും ഒരുങ്ങിയിരിക്കാം. അതിനായി സർവശക്തനായ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് എല്ലാവിധ പാപചിന്തകളും പ്രതികാര മനോഭാവങ്ങളും മാറ്റി എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനും ചേർക്കുവാനും അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച മാതൃകയിൽ ജീവിക്കുവാനും അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.